ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയുന്ന ആള് പുറകിൽ അശരീരി പോലെ നിൽക്കുന്ന കാരണം ഇന്ന് സ്വാഗതം പറയാനായിട്ട് വായു തുറന്നില്ല, അപ്പൊ ഞാൻ തന്നെ പറയാണ്. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ലസാനിയ. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പാത്രത്തില് ഒരു സാധനം കൊണ്ടുവന്നു. ലസാനിയ ആ സംഭവം എന്ന് എനിക്കറിയാം, പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അപ്പോൾ ഓൾറെഡി ഫുഡ് കഴിച്ച കാരണം ഞാൻ ആ സംഭവം എടുത്ത് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു കുഞ്ഞു കഷ്ണം ഇവിടെ 3 പേര് ഇടി കൂടി കഴിച്ചു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അവൾ ചോദിച്ചപ്പം അവൾ ഓൾറെഡി ഇവിടെ നെയിൽ പോളിഷ് ഇടാൻ വേണ്ടി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം ആ ചാൻസ് ഞാൻ മുതലെടുത്ത് അവളെ കൊണ്ട് തന്നെ ഇന്ന് അതുണ്ടാക്കിക്കാന്ന് വിചാരിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഞാനും എന്റെ നഖം ചെയ്തു. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ $50 കൊടുത്ത്, ഇപ്പോഴായിരിക്കും നിന്റെ ഏട്ടത്തിന് വോയിസ് അറിയണത്, $50 കൊടുത്ത് ഞാനും നഖം റെഡിയാക്കി. എങ്ങനെയുണ്ട് നിന്റെ ഏട്ടാ? എന്റെ $50 പോയേ. അങ്ങനെ അപ്പൊ നമുക്കിനി ലസാനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബീഫിന്റെ മിൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1 കിലോ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സോസ് ഉണ്ടാക്കണം. ഇതിന്റെ ഇങ്ങനെ ഇടയിൽ സ്പ്രെഡ് ആയിട്ടൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഒലിവ് ഓയില്, പിന്നെ മിൻസല്ലേ കർത്താവേ. ഇത് മിൻസ് 1 കിലോ ഉണ്ട് കേട്ടോ. ഇത് ഒലിവ് ഓയില്, സബോള, വെളുത്തുള്ളി. നമ്മുടെ പാൻ ഓണാക്കി. അപ്പൊ നമ്മളിന്ന് ആദ്യമായിട്ട് ഒലിവ് ഓയിലിൽ കുക്ക് ചെയ്യാൻ പോകും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ശരിക്കും മെയിനായിട്ട് എന്തിനാ വാങ്ങിച്ചതെന്ന് അറിയോ? എന്റെ ഇടം വാങ്ങിച്ചത് മറ്റേ സാലഡിൽ ഒഴിക്കാൻ വേണ്ടിട്ടോ. പക്ഷെ ഇതുവരെ നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ അപ്രന്റീസ്, മെയിൻ ഷെഫ് കുക്ക് ചെയ്ത് നോക്കി നിൽക്കുന്ന സാധാരണ ഞാൻ കുക്ക് ചെയ്യാറില്ലേ അല്ലേ? ഇന്ന് മറ്റേ പണി കൊടുത്തുന്നു. ഇങ്ങനെ പണി കിട്ടുന്ന ജീവിതത്തിൽ ചൂടായിട്ടില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒലിവ് ഓയിൽ ഇങ്ങനെ അയ്യോ എന്തൊരു കാശിട്ട് ഒലിവ് ഓയിലാണ് പോണേ കത്താവേ. ഒലിവ് ഓയിൽ ഒഴിച്ചു കേട്ടോ. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചേക്കണം സബോളയും വെളുത്തുള്ളി എന്നിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോണേ. ആ സബോളയും വെളുത്തുള്ളിയും നല്ല ഭംഗിയുണ്ടല്ലോ അരിഞ്ഞേക്കണത്. ആരാണോ അരിഞ്ഞത്? അപ്പൊ നമ്മുടെ സാധനങ്ങൾ നല്ലോണം ചൂടായ ഒലിവ് ഓയിലോട്ട് ഇട്ടു. നന്നായി ചൂടായിട്ടാണ്. അടിപൊളി. ഒലിവ് ഓയിൽ ഇങ്ങനത്തെ കളറാണോ? ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കണത്. ഇത് എക്സ്ട്രാ എന്താന്നറിയോ? ഇത് എക്സ്ട്രാ വെർജിൻ ഓയിൽ ചില്ലിയാണ്. അപ്പൊ നേരുണ്ടാവോ? അയ്യോ, അത് വേറെ കാര്യം. ഇത് വന്നിട്ട് 2 സംഭവിക്കാം. ഒന്നിനും ഒലിവ് ഓയിലിന്റെ ആവാം, അല്ലെങ്കിൽ വന്നിട്ട് അറിയോ ഈ സാധനം പാത്രം ശരിക്കും കഴുകാണ്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് മുന്നത്തെ ഓയിൽ മറ്റേ ഇറച്ചി ഉണ്ടാക്കിയതിന്റെ വല്ല മസാല കിട്ടേണ്ടിണ്ടാവും. ഇപ്പൊ ചെറിയൊരു കഷ്ണം മറ്റേ സബോള പുറത്തേക്ക് ചാടിയായിരുന്നു. അപ്പൊ ഞാൻ തിന്നു നോക്കി, പക്ഷെ എരിവില്ല കേട്ടോ. അങ്ങനെ ഉണ്ടായാലും ഇങ്ങനെ വരാൻ ചാൻസ് അല്ല കേട്ടോ. അത് ആ ഒലിവ് ഓയിൽ കറക്റ്റ് ആയിട്ട് കഴിയുന്നുണ്ട്. ഒലിവ് ഓയിൽ ചില്ലി. അയ്യോ, ഇനിയിപ്പോ ഇങ്ങനെ കാണിക്കുമ്പോ കണ്ടോ, ഇതാണ് ഞാനിന്ന് ചെയ്ത $50 എടുത്ത് ചെയ്ത. ഇതാണ് നമ്മുടെ ഈ ഒലിവ് ഓയിലിന്റെ കുപ്പി. അപ്പൊ നമ്മുടെ സബോളയും വെളുത്തുള്ളി നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന 1 കിലോ ഉള്ള മീൻസ് തട്ടുകൊണ്ട് അങ്ങനെ വീഴും. അമ്മേ വാവ്, ഒരു കട്ട പോലെ വീണൂല അങ്ങട്. ഇനി അതിനെ നന്നായിട്ട് വഴറ്റി വേവിക്കണം അല്ലേ? അപ്പൊ സോസ് ഒക്കെ ഒഴിക്കുവോ? ഇത് കഴിഞ്ഞിട്ട്, ഇത് വെന്ത് കഴിയുമ്പോഴത്തേനാണ് സോസ് ഒഴിക്കുന്നത്. പക്ഷെ ഇത് വേഗം വേവും. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ മറ്റേ ഡ്രൈ ആക്കി സബോളയൊക്കെ വെറുതെ വഴറ്റിട്ട് പെട്ടെന്ന് എന്തായിരുന്നു നിന്റെ അടുത്ത് ചെയ്തറിയോ? ഒരു പ്രാവശ്യം ഇതുപോലത്തെ കുഞ്ഞു കട്ട ഈ മിൻസ് വാങ്ങിച്ചിട്ട് 100 ഗ്രാം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. സബോള സബോള സാധനങ്ങളൊക്കെ കുരുകുരെന്ന് അരിഞ്ഞിട്ട് ഒരു ഉണ്ട പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അമർത്തി പരത്തിട്ട് അങ്ങനെ വറുത്തെടുത്തിട്ട് ബർഗറിനകത്ത് വെച്ചിട്ട് അത് ഞാനൊരു 3 ദിവസം അടുപ്പിച്ച് വെജിറ്റബിൾ ഫുഡ് ഉണ്ടാക്കി ഇവിടെ. ആ വാശിക്ക് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? അത് അടിപൊളിയാ. എനിക്കൊന്ന് മീറ്റ് ബോൾ ഉണ്ടാക്കാനോ ഇതല്ലേ ഉപയോഗിക്കാം ആൾക്കാര്. ഞാൾക്കണോ അല്ല വെറുതെ സ്റ്റോക്ക് ചെയ്യണം. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ സാധനം ചെയ്തിട്ട്. അപ്പൊ ഇത് വേഗമായില്ലേ? വേവാൻ അധികം സമയം വേണ്ടപ്പോ? ഇല്ലില്ല, പെട്ടെന്നാവും. കഴിഞ്ഞ ദിവസം ഞാനും ഉണ്ടാക്കിയപ്പോ അങ്ങനെ വിചാരിച്ചേ. ഞാനന്ന് പക്ഷെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് വഴറ്റി കറുപ്പിച്ചു. മറ്റേ കുരുമുളക് പൊടിക്കിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു പിള്ളേർക്ക്. വെന്താ മതി. ജസ്റ്റ് വെന്താ മതി. എമൗണ്ട് ഉള്ളതിന്റെ പേരില് ടൈം എടുക്കുന്നുണ്ട്.
വേണമെങ്കിൽ നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ച് കഴിയുമ്പോഴത്തേനും ഓയില് കുറച്ച് മതി അല്ലേ? മതി. ഞാനൊക്കെ എന്തോരം ഓയിൽ വെച്ചിട്ട്. കാരണം ഇത് ബീഫിന് ഓൾറെഡി ഇതുണ്ടല്ലോ, മിക്സ് ആയിട്ട് മിക്സ് അല്ലേ, ഫാറ്റും പിന്നെ മീറ്റും എല്ലാം ഉണ്ടല്ലോ. ഗരം മസാല ഇടണോ? ഒന്നും വേണ്ട. ഒരു ഗരം മസാല ഉണ്ട് ലസാനിക്കകത്ത്, ആരും ഇടാറില്ല. ഇച്ചിരി കുരുമുളക് പൊടി. ഇറ്റാലിയൻ ഡിഷ് ദയവ് ചെയ്ത് നശിപ്പിക്കരുത്. ഞാനത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ മറ്റേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ എന്റെ ടൈപ്പ് ഉണ്ടാക്കണം. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടി കിട്ടും. അത് ജീനാസ് വെർഷൻ. അത് ചേച്ചിക്ക് പിന്നെ ട്രൈ ചെയ്യാം. എന്റെ ഇതിലെടുത്ത് ഉണ്ടാക്കണ്ട അതല്ലേ. ഇത് മറ്റേ എങ്ങനെ മീൻസ് ഉണ്ടാക്കണേ? അരച്ച് ഇടണോ? അതെന്താ മെഷീനാന്ന് എനിക്ക് തോന്നുന്നത്. സോസേജ് ഒക്കെ ഇതാവത്തില്ലേ, അതുപോലെ തന്നെ മെഷീനിൽ വെച്ചിട്ട് അവരാക്കണം. പക്ഷെ അരച്ച് നല്ല ഭംഗിയല്ലോ, പക്ഷെ അത് പീ പോലെ അല്ലേ. അപ്പൊ നമ്മുടെ മിൻസ് വെന്തോന്ന് ഞങ്ങൾ നോക്കി, വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് ഈ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സാധനം വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡോൾമിയോ ചേട്ടന്റെ റെഡ് വൈൻ ആൻഡ് ഇറ്റാലിയൻ ഹെർബ്സ് പാസ്ത സോസ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരമേശ്വരനാ ചീസ്, റിക്കോട്ട ചീസ്. റിക്കോട്ട ചീസും പാരമേസൻ ചീസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ ലസാനിയ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോ പ്രീ കുക്കിംഗ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോൾ മീലിന്റെ അതാ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതുപോലെ വേറൊരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട്, മൊസറല്ല ചീസ്, ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം സാധനങ്ങൾ വേറെ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് നമ്മളിതാ റെഡ് വൈൻ ആൻഡ് എന്നിട്ട് ഹെർബുകളുള്ള ഇറ്റാലിയൻ ഹെർബ്സ് ഉള്ള പാസ്ത സോസ് അതിനകത്തോട്ട് ഒഴിച്ചു. ഇപ്പോ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കട്ടെ കേട്ടോ. ഞാനൊരു ടെസ്റ്റർ സാധാരണ ടെസ്റ്റർ അല്ലേ. ഇപ്പൊ അന്ന് തിന്നാ അതിന്റെ ഉള്ളിലത്തെ സാധനം അല്ലേ. അടിപൊളി. സോസ് മേടിക്കാൻ കിട്ടുന്നത് എളുപ്പമുണ്ട്. നമ്മളിത് എങ്ങനെ സോസ് ഉണ്ടാക്കാം? വേണ്ട 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 വേണ്ട, അതിന്റെ കാണുമായിരിക്കും ചിലപ്പോ. അല്ല, അതില് ടൊമാറ്റോയുടെ പേസ്റ്റും പിന്നെ കെച്ചപ്പോ, എന്നിട്ട് പിന്നെ ആ ഹെർബുകൾ ഒരു സെപ്പറേറ്റ് മേടിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ ഹെർബുകളില്ലേ അത്. പക്ഷെ നല്ല എളുപ്പമുണ്ട്. അടിപൊളി. ഓക്കെ, നമുക്ക് കഴിഞ്ഞപ്പോ ഇത് കഴിഞ്ഞു. ചീസുകള് ഇതൊക്കെ, ഇത് മറ്റേ പാർമേസൻ, ഇത് മറ്റേ ഗ്രേറ്റഡ് മൊസറല്ല, ഇതാണ് നമ്മുടെ റിക്കോട്ട ചീസ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ലസാനിയുടെ ഷീറ്റ്. ഈ ഷീറ്റാണ് അതിനകത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നത്. ഇവിടെ ഓൾറെഡി നോ പ്രീ കുക്കിംഗ് റിക്വയർഡ്. റിക്കോട്ട ചീസ് ഒരു ഈ ബൗളിൽ ഇട്ടിട്ട്. അതും ഗ്രേറ്റഡാ? അല്ല, ഇതൊരു ഞാൻ കാണിക്കാം. ഇത് സ്മൂത്ത് ആയിട്ടൊരു സംഭവമാണ്, പക്ഷെ അതില് ഇതുണ്ടാവും. ഓ, മറ്റേ സ്പ്രെഡ് ചെയ്ത ചീസ് പോലെ. അപ്പൊ ഇത് അതിലിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൊണ്ട് ഉടച്ചെടുക്കും. ഓർമ്മയുണ്ട്, പണ്ട് നമ്മൾ ഇങ്ങനത്തെ ചീസ് വാങ്ങിച്ചിട്ട് ബ്രെഡിനകത്ത് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് കഴിക്കാറുണ്ട് അല്ലേ. ഇത് ചീസ് തന്നെയല്ലത്, കണ്ട തൈര് പോലെ. സെപ്പറേറ്റ് ഇപ്പോ നമ്മുടെ ഹെർബുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കും. ഇത് ജസ്റ്റ് ഒരു ടേസ്റ്റ്, വേറൊരു ടേസ്റ്റ് വരും, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ കണ്ട ചീസ് ഇങ്ങനത്തെ അല്ല കേട്ടാ. മറ്റേ ഇങ്ങനെ ഈ മയോണൈസ് ഒക്കെ പോലത്തെ തേക്കുന്നത്, ഇവിടെ മറ്റേ ചിക്കനൊക്കെ ഉള്ള ചീസ് ഇല്ലേ കേട്ടാ. കുട്ടി മിണ്ടുന്നില്ലല്ലോ, കുട്ടി മിണ്ടുന്നില്ല, ഇവിടെ സൈഡിൽ നിൽക്കണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം വേഗം ഇന്ന് പറ്റുന്നത് ഞങ്ങളുടെ ഇവിടെ ഹാമിൽട്ടണിലെ കേരള സമാജത്തിന്റെ ഇന്ന് ഇതാണോ മത്സരാണോ? ചീട്ടുകളി മത്സരം ഉണ്ട്. അതിന് പോകാനുള്ള മറ്റേ ഇവിടുത്തെ പാട്ടുമേളം കഴിഞ്ഞിട്ട് വേണം അടുത്ത ചീട്ടുകളിക്ക്. അപ്പൊ ഇപ്പഴേ കളിച്ചു തുടങ്ങിട്ട് എന്തോ മഴ പെയ്ത് തോർന്ന പോലെ ഉണ്ടല്ലോ. ഇനി എന്താ ചെയ്യാ? ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കും, അത്രേ ഉള്ളൂ. നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിട്ട്. അല്ലെങ്കിൽ ചിലപ്പോ അതില് കട്ട പോലെ വന്നാലേ. അപ്പൊ ഈ സമയത്ത് ചേച്ചികളിൽ ഇപ്പൊ ഒറിഗാനോയോ അല്ലെങ്കിൽ റോസ്മേരി അങ്ങനത്തെ ഇവരുടെ സെപ്പറേറ്റ് ഉള്ള ഹെർബുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചുമ്മാ അപ്പൊ അതിന് ഇച്ചിരി ഫ്ലേവർ കൂടുതൽ കിട്ടും, അത്ര. അതെനിക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അതുകൂടി വാങ്ങിച്ചു വെക്കാറില്ല. കുഴപ്പമില്ല, ഇനിയിപ്പോ ഉണ്ടാക്കുമ്പോ അത് മേടിച്ചേക്കാം. അടുത്ത അല്ല പിന്നെ ഇതിപ്പോ ഇന്നിപ്പോ ഉണ്ടാക്കി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാനും നീ വരൂല്ലേ? ഞാൻ വരാം. എന്റെ ട്രാവലിംഗ് അലവൻസ് എന്നാ മതി. $1 കിലോമീറ്ററിന് $1 വെച്ച് ഞങ്ങള് ഇനി നമുക്ക് ആക്കിയാക്കി വെക്കാം. ജോലി സ്ഥലത്ത് ഏത് സ്ഥലം എന്ന് പറയൂല. ആക്കിയാക്കി വെക്കാം. ലെയർ ആദ്യം ഫസ്റ്റ് ഇതിന്റെ തന്നെ ഒരു കുഞ്ഞു ലെയർ വെക്കുക.
ആ ഓക്കെ. അതിനു മുമ്പ് വേണമെങ്കിൽ നമുക്ക്, ഞാൻ ചെയ്തപ്പോ എന്നാ പറ്റിയെന്ന് വെച്ചാല്, വേണമെങ്കിൽ നമുക്കൊരു ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കരിയുമല്ല, പക്ഷെ അതിൽ അടിയിൽ പിടിക്കും ഈ സംഭവം തന്നെ. ഓക്കെ. ആ പ്ലേറ്റ് കഴുകാൻ ബുദ്ധിമുട്ടാവും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമില്ല. അപ്പൊ ചേച്ചി എന്തേലും മറ്റേ സ്പ്രേ ആയിട്ടുണ്ടെങ്കിൽ സ്പ്രേ എടുക്കാം. ഇല്ല, മറ്റേ ഒലിവ് ഓയിൽ വേണോ? മതി, അത് നമുക്ക് ചുമ്മാ just ഒന്ന് ചെയ്താൽ മതി. ടിഷ്യൂ വേണോ ഒന്ന് ഇതാക്കാൻ, അത് സ്പ്രെഡ് മതി. ആക്കാൻ? മറ്റേ സാധനം ഇതിന് ഏതാ? ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ആയാലും മതി. നമ്മുടെ കുഞ്ഞ് ആ മഞ്ഞ കുഞ്ഞു സാധനം നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഈ മഞ്ഞ കുഞ്ഞ് ബ്രഷ് എവിടെ നിന്നാണ് നമ്മുടെ കയ്യിൽ വന്നതെന്ന്. നമ്മൾ വാങ്ങിച്ചത്. ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചു. ഇനി നമുക്ക് അധികം കട്ടിക്കുള്ള ഇല്ല അല്ലെ? അല്ലല്ല, ഇതാണ് ഇങ്ങനെയാണ് ഷീറ്റ് ഇരിക്കുന്നത്. ഞാൻ എന്ത് ചോദിച്ചെന്നറിയോ, സമൂസ ഷീറ്റാണ് എന്റെ മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നേ. സമൂസ ഷീറ്റോ? ചെറിയ ചെറിയ ഷീറ്റോ? മറ്റേ സമൂസയുടെ വെള്ള ഷീറ്റ് ഇല്ലേ, അല്ലല്ല, അങ്ങനത്തെ. അതന്നെ, അതാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ 2 വെക്കാലോ. ഇങ്ങനെ വെക്കാം അല്ലേ? ഒടിച്ചും വെക്കാം കുറച്ച്. ഞാൻ ഒടിച്ചു വെച്ചായിരുന്നു ഞാന്. ആണോ? പക്ഷെ ഇത് 2 വെച്ചാൽ ഓക്കെ ആയിരിക്കും. അതോ 3 വെക്കണോ? എന്താണ് ചെയ്യേണ്ടത്? കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോരാത്ത വിധത്തിൽ വെക്കണം അല്ലേ? മേളിലായിട്ട് വെച്ചാലോ? അല്ലെങ്കിൽ ഒരു കഷ്ണം ഒടിച്ചിടാം. ഒടിക്കാൻ പറ്റും ഈ ഒരു സാധനത്തിന് വേണ്ടി ഞാൻ പൊട്ടിച്ചതിന്റെ അന്ന് മതി ചേച്ചി. അതാകുമ്പോ അത് ഞാൻ ഒടിച്ചതിന്റെ ബാക്കിയോ, പക്ഷെ അതിന്റെ ഷേപ്പ് വേറെയാ. ഷേപ്പ് വേണോ? എന്തായാലും വെക്കുമല്ലേ, ഇപ്പൊ ചെറിയ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ. ഞാൻ ഒടിക്കുമ്പോ അങ്ങനെ തന്നെയാവേ, വളഞ്ഞു പോണല്ലേ. കുറച്ച് ഒടിച്ചൊടിച്ച് വെക്കണം ഞാൻ ഇനി അടുത്ത ലെയറിലിടാൻ. ഓക്കെ. ഇനി ഇതിന്റെ മേളിൽ നമ്മൾ ചീസിടും. ആദ്യം റിക്കോട്ട ചീസ് വെക്കും. അതിങ്ങനെ ജസ്റ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് ഫസ്റ്റ് ലെയർ ഒരു കണക്കിന് നല്ല പണിയാട്ടെ. ഈ ചീസ് അത് മറ്റേ സ്പ്രെഡ് ചെയ്യാൻ ഇച്ചിരി പണിയാ. ഇവൾക്ക് ഇത്തിരി ക്ഷമയുള്ള കാരണം കൊണ്ട് അവൾ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് എല്ലാ ലെയറിലും ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കുവോ? ബെറ്റർ ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ടുള്ളതായിരിക്കും അല്ലേ? എന്നിട്ട് ഇതിൽ എന്നിട്ട് ലേശം പാർമസൻ ചീസും ഇതും പൊട്ടിക്കട്ടെ. മൊസറല്ല ചീസും ലേശം നമ്മളിങ്ങനെ തൂവും. കട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഓക്കെ കറക്റ്റ്. ലെയർ ലെയർ ആക്കുന്നൊരു പണി അല്ലേ? അതാണ് ഒരു പണിയുള്ളൂ അല്ലേ? അതാണ് പണി. ഉണ്ടാക്കിയിട്ടല്ലേ? ഇനി അടുത്ത ലെയർ വീണ്ടും ഇതേ പ്രൊസീജിയർ ചെയ്യാണ്. പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് പിന്നെ ഷീറ്റ്, പിന്നെ റിക്കോട്ട ചീസ്. പക്ഷെ നമ്മൾ അടുത്ത ലെയർ വെക്കുമ്പോ അത് തിക്കായിട്ട് വെക്കും. മനസ്സിലായില്ലേ? ഇതിനേക്കാൾ കുറച്ചും തിക്കാവും. നമ്മൾ ആദ്യത്തെ ലെയർ അടിയില് ഫസ്റ്റ് ലെയർ അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇനി ഇത് ഫുൾ ലെയർ ആക്കാൻ പോവാ. ഇത് മറ്റേ നമ്മുടെ റിക്കോട്ട ചീസ് ഉണ്ടല്ലോ, സ്പ്രെഡ് ചെയ്യാൻ നല്ല പാടായിരുന്നു. അപ്പൊ ഞാന് ഇപ്പൊ ഇതിനകത്ത് സ്പ്രെഡ് ചെയ്താൽ നല്ല ഭംഗിയില്ലേ? ഇതെങ്ങനെ സ്പ്രെഡ് ചെയ്ത് കയ്യിലെടുത്ത് ഈ ഷീറ്റ് എടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ തയ്ച്ചേട്ടാ. അല്ലെങ്കിൽ അത് ഇങ്ങനെ നമ്മൾ അതിനകത്ത് വെച്ച് തയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഐഡിയ ഉണ്ടെന്നെ അല്ലേ? അല്ലാട്ടാ എന്റെ ഐഡിയ. എന്റെ ഏട്ടൻ പറഞ്ഞെന്ന ഐഡിയയില് ചെയ്തപ്പം അത് കറക്റ്റായി. അല്ലെങ്കിലും മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക് ആദ്യം കയ്ക്കും പിന്നെയും കയ്ക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ മതിരിച്ച്. പക്ഷെ ഇങ്ങനെ തയ്ക്കും വേണ്ട, നന്നായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റണ്ട എല്ലാ സ്ഥലത്തേക്കും. ദൈവമേ, കറക്റ്റ് മറ്റേ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റണ്ട. അതിനകത്ത് വെച്ച് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ അത്രയും ഇങ്ങനെ പ്രഷർ കൊടുക്കാൻ പറ്റണില്ല. ഇതാവുമ്പോ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? പക്ഷെ നല്ല ഭംഗിയിൽ വന്നിട്ട് ആ ലെയർ ഇരിക്കണം രസമുണ്ട്. ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രം അല്ലേ? ഈ പാത്രത്തിന്റെ എനിക്ക് വന്ന് നമ്മള് ഇതിലും ചെറിയ പാത്രം ആദ്യം ചേട്ടൻ വേണമെന്ന് വെച്ചപ്പോ ഞാൻ വേണം. ഇത് എനിക്ക് വന്ന് ഇത് ഇച്ചിരൂടെ ആ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് നമുക്കത് വെക്കാനും ചെയ്യാനും. എന്റെ പാത്രം ഇതിലും ചെറുതായിരുന്നു. എന്നിട്ട് വെന്ത് വന്നപ്പോ എല്ലാവരും ചുളുങ്ങിപ്പോയി ഷീറ്റ്. പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നുണ്ടാക്കി ഇപ്പം ഈ ഷീറ്റ് ഇപ്പൊ ഇത് ഭയങ്കര ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് പോലെ തോന്നണം നമുക്ക്. അങ്ങനെ എന്തോ അങ്ങനത്തെ ഒരു ഡിസൈൻ ഷീറ്റ് എന്ന് തോന്നണത്. നമുക്ക് തിന്നുമ്പോഴത്തെ ഫീൽ അല്ല നമുക്ക് ഇപ്പൊ ഇങ്ങനെ തോന്നുന്നത്. പക്ഷെ ഈ ഷീറ്റ് എന്ത് കഴിയുമ്പോ വികസിക്കും അല്ലെ? ലേശം ചെറുതായിട്ടൊന്ന്. പക്ഷെ അടിപൊളി. കാണുമ്പോ തന്നെ എന്തോ ഒരു ലുക്ക് ഉണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് ഇതേ ലെയർ ചെയ്തിട്ട് എന്ത് രസമല്ലേ കാണാനായിട്ട്.
ഇങ്ങനെ എത്ര ലെയർ 1 2 3 4 ഏകദേശം 5 ലെയർ വന്നിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് നമ്മൾ ലാസ്റ്റത്തെ ലെയറിലായാലും നമ്മള് മിൻസ് ഇട്ടിട്ടില്ല, അതിന് പകരം പക്ഷെ എല്ലാ ചീസുകളും ഇഷ്ടം പോലെ ഇട്ടു അല്ലെ, നിറച്ചിട്ടു. സൈഡിൽ നിന്ന് ലെയർ കാണാം. ഇങ്ങനെ സൈഡിൽ നോക്കി നോക്കിയാൽ എത്ര ലെയറാണ് കണ്ടോ, 5 ലെയറോളം ഉണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മള് ഹീറ്ററിലല്ലേ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ ലെയർ ആക്കിയിട്ട് ഇതിങ്ങനെ ഒരു അലുമിനിയം ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കണ അവന്റെ അകത്തോട്ട് കയറ്റി വെക്കാൻ പോട്ടോ. അതിന് എത്ര നേരാ? അത് 180 to 200 ഡിഗ്രി സെൽഷ്യസില് 45 to 60 മിനിറ്റ്സ് ആണ് അവര് പറയണത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇനി തുറന്ന് നോക്കണോ? ഇടയ്ക്ക് തുറന്നു നോക്കണ്ട. ലാസ്റ്റ് തൽക്കാലം നമുക്ക് ടൈമർ വെക്കാം അതില് ഒരു 45 മിനിറ്റ്സ്. ഓക്കെ. ഞാൻ അന്ന് ചെയ്തത് 180 ഡിഗ്രിയിൽ 1 അവർ എന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചത്. ഇപ്പൊ എത്ര ഡിഗ്രി ടൈമർ എന്നിട്ട് 180 അല്ലേ വെച്ചേക്കണേ, അത് 200 ആയി. 200 ആയോ? 45 മിനിറ്റ് 180 ഡിഗ്രിയിൽ നമ്മള് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാം അല്ലേ? ബേക്കാണോ ചെയ്യണ ഇപ്പൊ? ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കണം. ഇപ്പൊ വാവട്ടിയാണെങ്കിലും അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി കേട്ടാ. പൊന്നൂസ് മുകളിൽ നിന്ന് കളിക്കാണ്. അവർക്ക് രണ്ടുപേർക്കും കുറച്ച് ഇപ്പൊ 2-3 ദിവസം കൊണ്ടല്ലേ എന്നാണ് ഉണ്ടാക്കിയത്? ഞാൻ കഴിഞ്ഞ ഓർക്കുന്നില്ല, 3-4 ദിവസം കൊണ്ട് പിള്ളേര് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ വാവട്ടിയാണെങ്കിൽ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് 4:30 ആകുമ്പോൾ തിരിച്ചു വരുള്ളൂ. അത് കഴിയുമ്പോൾ അവന് കൊടുക്കണം. ഭയങ്കര സന്തോഷമാവും. പക്ഷെ അത് ലെയർ ചെയ്ത് വെച്ചേക്കണം നല്ല രസമല്ലേ അല്ലേ? 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണ്ടേ? ആയിട്ടില്ലല്ലോ അത്രയും. അവരില്ലാത്ത നന്നായി, അല്ലെങ്കിൽ അവന് ക്ഷമ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിപ്പോ ഓഫ് ആയിട്ടുണ്ട്. ഇനി അത് തുറന്നു നോക്കി നോക്കാം. അപ്പൊ എങ്ങനെയാ? ചൂടടിക്കും അല്ലേ? നമുക്ക് മറ്റേ ഗ്ലൗസ് വേണല്ലേ ഈ സാധനമൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് അല്ലേ? ഇതിനകത്ത് കൂടെ നോക്കുമ്പോ നിന്റെ മറ്റേ ടാറ്റു കാണുന്നുണ്ട്. മറ്റേ കൈമത്തെ കാണിച്ച് അടിപൊളി. ഇതിന് ചൂട് അമ്മേ ചൂടുണ്ടാവൂട്ടാ. മുഖത്തടിക്കാത്ത രീതിയിൽ നോക്കട്ടെ എങ്ങനെയുണ്ട്. നമ്മളൊരു 15 ഇപ്പൊ വെന്തിട്ടുണ്ട്, സംഭവം വെന്തിട്ടുണ്ട്. പക്ഷെ ഈ സാധാരണ ലസാണി നമ്മൾ കഴിക്കുമ്പോ അതിന് മേളത്തെ ഇത് നല്ല ഗോൾഡൻ കളർ, അതിന് വേണ്ടിട്ട് ഒരു നെക്സ്റ്റ് 15 മിനിറ്റ്സ് നമ്മൾ തുറന്നു വെച്ചിട്ട് വേവിക്കും. വേവിക്കുമല്ലോ, അത് വെന്തു എന്നാണ് അവര് പറയണേ. 45 മിനിറ്റ്സ് എന്നാണ് അവർ സാധാരണ പറയാറ്. പക്ഷെ ഒരു ഗോൾഡൻ കളർ മേളിൽ ആ ഒരു ഡിസൈൻ പോലെ വരാനായിട്ട് നമ്മളിനി തിരിച്ചു വെച്ചിട്ട് അത് ഒരു 15 മിനിറ്റ്സും കൂടെ നമ്മൾ വെക്കും. ഷീറ്റ് ഒക്കെ പക്ഷെ ഒന്നും കൂടി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതാ പറഞ്ഞ മറ്റേ പോലെ സൈഡിലോട്ട് കണ്ടോ വലുതായത്, നമ്മൾ വെച്ചപ്പോ കറക്റ്റ് ഇതിലുണ്ടായിരുന്നോ? പക്ഷെ അതിപ്പോ എല്ലാം ഫുള്ള് നിറഞ്ഞത് കണ്ടോ. അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിട്ടോ. നമ്മുടെ ലസാനിയ അങ്ങനെ തകർത്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. രേഷ്മ എടുക്കാൻ പോവാണ്. ഇപ്പൊ നമ്മൾ 45 മിനിറ്റ് മുകളിലേക്ക് ഇങ്ങനെ തുറന്ന് വെച്ച കാരണം കൊണ്ട് തന്നെ അത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഇങ്ങനെ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് പ്ലേറ്റിനകത്ത് വെച്ചിട്ട് കാണാം കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊതി കാണോണ്ടാണെന്നറിയില്ല, കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അമ്പാ എത്ര ലെയർ നോക്കിയാൽ ലെയറൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അടിപൊളി. ഓക്കെ അല്ലേ? നമ്മള് വാവട്ടിക്കും പൊന്നൂസിനും ഞങ്ങൾക്കും തിന്നാനുള്ളതാണ് ഈ കട്ട് ചെയ്തെടുക്കണത്. നിന്റെ ഏട്ടൻ ചീട്ട് കളിക്കാൻ പോയാണ് കാരണം കൊണ്ട് നിന്റെ ഏട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാ മതി. അയ്യോ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം ലെയറുകൾ നോക്കി ഇതിനകത്തുനിന്ന് കറക്റ്റ് ഇങ്ങനെ കാണാൻ പറ്റണ്ട. ഈ സൈഡിൽ കൂടെ നോക്കി ജസ്റ്റ് ഇത് ഞാൻ എടുത്ത് വിട്ടിടുവാണ്. പൊടിഞ്ഞെടുക്കുന്ന സൈഡിലത്തെ കഷ്ണങ്ങളൊക്കെ സത്യം പറഞ്ഞ ഇങ്ങനെ പൊട്ടിച്ചിടൊന്നും വേണ്ട. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിനകത്തുനിന്ന് 2 ടീസ്പൂൺ എടുത്ത് നമ്മൾ എല്ലാവരും ഒരു വട്ടം കൂടിയിരിക്കുക കഴിക്കുക. നാട്ടില് നമ്മള് അങ്ങനെ ചെയ്യാറില്ലേ? ആഹാ അടിപൊളി. ഇനി വാവട്ടി പൊന്നിസും കൊടുക്കാം. ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ അവരുടെ എക്സ്പ്രഷൻ. എന്താ വാവട്ടി എങ്ങനെയുണ്ട്? നോക്കിയാ നീ ഇഷ്ടായാ? താങ്ക് യു പറഞ്ഞ ആന്റിയോട് പറയ്. ഭയങ്കര താങ്ക് യു ആയി പോയതല്ലേ?
എങ്ങനെയുണ്ട് ഉന്നസേ? സൂപ്പറാ. അടിപൊളിയാ? നല്ല രസം വന്നിട്ടില്ലേ? ആ അമ്മ ഫസ്റ്റ് കഴിച്ചു നോക്കിട്ടാ. അടിക്ക് കഴിയുമ്പോ ഇനി വേണ്ടേ? ഇപ്പൊ വേണ്ടേ? കുറച്ച് നേരം കഴിഞ്ഞിട്ടോ? നാളെയോ? അപ്പോൾ ഞങ്ങൾ ലസാനിയൊക്കെ കഴിച്ച് അടിപൊളിയായി. ഇപ്പോൾ ഓൾറെഡി 6 മണിയായി. വാവട്ടി പോയിട്ട് തിരിച്ചു വന്നത്. വാവട്ടിയും കഴിച്ചു, പൊന്നസ് കഴിച്ചു, ഞാൻ കഴിച്ചു, രേഷ്മ കഴിച്ചില്ല, അവർക്ക് ചോറ് മതിയെന്ന്. അപ്പോൾ എല്ലാവരും കഴിച്ചു. ഇനിയും എന്നിട്ട് പണിയും ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും എന്നിട്ടായിരുന്നു എല്ലാവർക്കും ബൈ.